സെൻട്രൽ ജയിലിൽ കിടന്ന പരമശിവത്തെ എനിക്കറിയില്ല. ഈ ഭാര്യയും അയാളുടെ കൂട്ടാളി പരമശിവൻ, വാളയാർ പരമശിവത്തിന്റെ ഹിസ്റ്ററി. വാളയാർ പരമശിവൻ, ഫാദർ നിൽ, മദർ നിൽ, നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. നീയാണോടാ പരമശിവൻ? ഇവിടെ നീ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനിൽ കണ്ടപോലെ നമ്മുടെ 8 പ്ലേയേഴ്സിനെ നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്. ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മുടെ 8 പേര്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് സെലക്ഷൻ കോൺട്രാക്റ്റിൽ ഏതൊരു പ്ലേയേഴ്സിനെ എടുക്കണമെന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട് അങ്ങ് മാർക്കിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. നിങ്ങൾ എന്താ പറയുക, ഈ ഒരു ഫോം കണ്ടിട്ട് അപ്പൊ എന്തായാലും വെച്ചാൽ നിങ്ങൾ അത്രത്തോളം എന്താ പറയുക ഞാൻ സെറ്റാക്കിയ വീഡിയോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു ടൈം അറിയാലോ, കൊനാമി ഓൾറെഡി കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വല്ലപ്പോഴേ തരാറുള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഡിസംബറിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്നില്ല അടുത്തതിന് തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പ്ലേയേഴ്സിന് തരുമ്പോൾ നമ്മളത് നോക്കിയെടുത്തില്ലെങ്കിൽ പണിയാവും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ബാറ്റിസ്റ്റൂഡിന്റെയും വാന്റെയും ലക്കാറ്റിന്റെയും ഓഡോന്റെയും ഓവന്റെയും ലുഡോവിഗ്വിന്റെയും അബിയാട്ടിന്റെയും ബെർക്കാമിന്റെ അടക്കമുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് ഇറക്കാൻ വെച്ചാൽ ഗൈസ്. അപ്പം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ എന്താ പറയുക, നമ്മുടെ അബിയാട്ടിനെയാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം ഗോളി നോക്കിക്കോട്ടെ ഗൈസ്. അപ്പൊ എന്തായാലും നെയ്മർ ചെയ്യാറ് നമ്മുടെ അബിയാട്ടിക്ക് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ. അപ്പൊ എന്താ പറയാ ഗൈസ്, അപ്പൊ വീണ്ടും ചൗമണി ടു സിൽവ. ഗൈസ് ഓൾറെഡി പറയുകയാണെങ്കിൽ ഈ ഒരു ഗോളിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ കണ്ടിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. സാബി അലോൺസോ ടു ഡേവിഡ് വില്ല, ഒരു ഷോട്ട് അബിയാട്ടി എന്തായാലും ഗൈസ് അത് ഇതാക്കിയിട്ടുണ്ട്. സാമുനീറ്റോ ടു ഗൈസ് നോക്കിയോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു അബിയാട്ടി എന്തായാലും കിട്ടിയിട്ടുള്ള ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ ഗൈസ്, അബിയാട്ടി എങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് കാണുമ്പോൾ റെഫറൻസ് കാണുമ്പോൾ അത്ര പവർ ഇല്ലാത്തൊരു കാർഡ് വരെ ഉണ്ട്. കാരണം എന്താ പറയാ, അത്ര സുഖമല്ല. അപ്പൊ നിങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് സെലക്ഷൻ കോൺട്രാക്ട് നമ്മൾ അബിയാട്ടിന് എടുക്കണ്ട. ഗോളി ആയാലും നിങ്ങൾക്ക് എന്താ പറയുക വേറെ ഗോളീസിനെ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ സ്റ്റീവൻ ആയാലും മാനുമോറൊക്കെ മതി, വെറുതെ എടുക്കണ്ട. പക്ഷെ അങ്ങനെ ഓക്കെ മെസ്സിയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അബിയാട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയിലത് പറയാൻ കാരണം. റൊണാൾഡീനോ ടു ഡേവിഡ് വില്ല ടു കോസ്റ്റേട്ട ടു സിൽവ ടു റൊണാൾഡീനോ ടു ഗൈസ്. നമ്മളിതൊരു ഫസ്റ്റ് ഇംപ്രഷൻ കേട്ടോ. അപ്പൊ എല്ലാരും ഗട്ടൂസോ സിൽവ നമുക്ക് നോക്കിയൊക്കെ എത്രത്തോളം നമ്മുടെ ആ ഒരു ഗോളിക്ക് പവർ ഉണ്ട്. നമുക്ക് അപ്പൊ മെസ്സി എന്തായാലും വെച്ചാൽ ഗോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം അബിയാട്ടിയുടെ ഒരു പവർ ഉണ്ടത്. അപ്പം ഇഷ്ടപ്പെട്ടവർ മാത്രം എടുക്കാട്ടോ ഗൈസ്. ചൗമണി ടു വീണ്ടും റൊണാൾഡീനോ ഡേവിഡ് വില്ല സാമുലിറ്റോന്റെ ഒരു ഷോട്ട് കാണാം മെസ്സി. അപ്പൊ വീണ്ടും നമ്മുടെ മെസ്സി ഗോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ അടുത്തൊരു പ്ലെയർ എടുത്തേക്ക് നമ്മുടെ ഒഡോവനെയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നോക്കാട്ടോ എഡ്ജർ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ അതുപോലെ ഗൈസ് അപ്പൊ നമുക്ക് നോക്കാം. ഓഡോ ടു എന്തായാലും മെസ്സിനെ വെട്ടിച്ചിട്ടുണ്ട്. വിക്ടർ ഗൈസ്, ഈ ഒരു കാർഡ് ഉണ്ടല്ലോ നമ്മുടെ പോർബോയിലുള്ള നല്ല കിടിലൻ കാർഡാണ്. ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇട്ടിട്ടുണ്ട്. നല്ലൊരു കാർഡാണ്, ആരും വെറുതെ കളയണ്ട. എന്താ വെച്ചാൽ നമ്മുടെ ഹാളന്റിന്റെയും പ്ലസ് നമ്മുടെ ഒരു റൊണാൾഡോന്റെയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയൊരു എന്താ പറയുക പോർബോയ് കാർഡാണ്. ചിലപ്പോൾ ഡ്രോപ്പ് പിന്നെ നിങ്ങൾക്കറിയാലോ മറഡോണ വിക്ടർ യുക്കോറസ് അത് നമ്മുടെ ഹെഡിങ് ഒക്കെ ക്യാപ്പബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും സൂപ്പർ സെറ്റ് ഒക്കെ ആയിട്ട് ആശാനെ ഇറക്കാവുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. റോബർട്ട്സൺ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു കംപ്ലീറ്റ് ബാക്കപ്പ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ കാര്യം എന്താ വെച്ചാല് എന്താ പറയുക, എനിക്കറിയാം കുറെ പേര് ഓൾറെഡി എന്താ പറയുക ഇതുപോലെ കുറച്ചു പേർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ സെലക്ഷൻ കോൺട്രാക്ട് ആവുമ്പോൾ നോക്കി എടുത്തില്ലെങ്കിൽ ഇനിയിപ്പം നമ്മുടെ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു പോകും. കാൻഡിഡേറ്റ് ഒറോ വീണ്ടും ഒറോയുടെ ഒരു ക്രോസിംഗ് ഡ്രോപ്പ ആൽമാണ്ട ഗൈസ് ജനഹനല്ലു ടു മെസ്സി ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത് നമ്മുടെ ഒരു കാർഡ് ഇറക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബാറ്റിസ്റ്റോഡിയാണ്. അപ്പൊ ആളുടെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു വെടി വെക്കുന്ന പോലത്തെ സെലിബ്രേഷൻ ഒന്നും ഇപ്പൊ അതല്ല, ഇപ്പൊ വേറൊരു സെലിബ്രേഷൻ വന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾക്കറിയാം ഷൂട്ടിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ടാവും ഗൈസ്, അടിപൊളി ഒരു സെറ്റാണ്. അപ്പൊ എന്തായാലും വെച്ചാൽ ഇതുവരെ കാർഡുകളൊന്നും എനിക്കൊന്നും അവര് നെർഫഡ് ആക്കിയിട്ടൊന്നുമില്ല. കൊനാമി അവരുടെ അടുത്ത തന്ത്രം ഇതുവരെ ഇറക്കിയിട്ടൊന്നുമില്ല. എന്റെ മോനെ കിഡ്ലും ഷോട്ടാണോ ഗൈസ്, അതാണ് യൂസ് ചെയ്യൽ യമാനാണോ ഗൈസ്. യമാനിന്റെ കാർഡ് സീനാട്ടോ. ജൂലിയൻ അൽവാരസ് ആണ് ഗൈസ്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ. കാരണം എനിക്ക് ഈ അടുത്തായിട്ട് ഒരു 10ഓളം പ്രാവശ്യം ഈ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതായത് പോസ്റ്റ് തട്ടി സംഭവം സ്ക്രിപ്റ്റിംഗ് ആണ് ഗൈസ്. ഒക്കെ ആറ്റിറ്റ്യൂഡ് ഓഫ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കമന്റ് ചെയ്യാം. പിന്നെ ഈ ഇടയ്ക്കായിട്ട് എന്താ പറയുക നമുക്ക് മാച്ചുകളിൽ നിങ്ങൾക്ക് ഓൾറെഡി ഡിവിഷൻ പുഷ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ മാച്ച് വലിയ കുഴപ്പമില്ല. ഡിവിഷൻ മാച്ച് കളിക്കുന്ന സമയത്ത് നിർത്തിയത് നല്ലോണം നല്ല
എന്താ പറയാ ഒരു ബാക്കപ്പ് ഒക്കെ ആവുന്നത്തെ സ്ഥിതി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമന്റ് ചെയ്യുക. സുവാരസ് ടു ഓക്കെ എടാ കിട്ടി ബാറ്റിസ്റ്റൂട്ട ടു ഓ ഡൊണാരുമാണ് വേറെ പോലെ. ഗൈസ് എന്തായാലും നല്ലൊരു ഷോട്ടായിരുന്നു, അടിപൊളി വിക്ടർ ബൈ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ ബാറ്റിസ്റ്റൂട്ടേന്റെ ഒരു കിട്ടില് കാർഡിനാണ്. എന്തായാലും സാബി ലോൺസോ ടു ഗൈസ്. എന്തായാലും നിങ്ങൾ വേറെ ഏതെങ്കിലും കാർഡുകൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത് എടുത്തേക്കുന്നത് നമ്മുടെ വാനിയാണ്. നമുക്ക് എന്തായാലും നോക്കിയപ്പോൾ ഓവർ കൂടി ഉണ്ട് കേട്ടോ. ഓവർ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജോർഹിൻഹോ മെസ്സി ഗൈസ്. അപ്പം എന്താ പറയാ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾ ആരാണ് എടുക്കാൻ പോകുന്നത്. എഡ്ഗർ ഡേവിഡ്സ് ഗൈസ് അത്യാവശ്യം നല്ല കാർഡുകളുടെ ഇതാട്ടോ, ജോർഹിൻഹോ എഡ്ഗർ. അപ്പം എന്തായാലും ഇതൊരു മെഗാ എന്താ പറയാ ഫസ്റ്റ് ഇംപ്രഷൻ ആയി. എനിക്കറിയാം 8 പ്ലേസിനെയാണ് ഞാൻ ഒരു ഒറ്റ വീഡിയോ ഇൻക്ലൂഡ് ചെയ്ത്. ഉറപ്പായിട്ടും മീൻസ് നമുക്ക് എന്താ പറയാ ഒരു കിടിലിന് ഓപ്പോണിനെ കിട്ടിയിട്ട് വരുന്ന വീഡിയോ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ സെറ്റ് ആക്കട്ടെ. ഞാനിതിപ്പോ കട്ട് ബൈ കട്ട് ചെയ്തതാണ്. കഫു ടു മുസൈല ടു മെസ്സി ഗൈസ്. നമ്മുടെ ഈ ഒരു അടുത്ത് വന്ന് മറ്റേ യമാൽ കാർഡ് ഉണ്ടല്ലോ, ഒരു വെള്ളമുടിയൊക്കെ കളർ അടിച്ച്, അത് സീൻ കാർഡാട്ടോ. ഞാൻ അത് കഴിഞ്ഞ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാവും. കിടിലൻ കാർഡാണ്. അപ്പൊ എന്തായാലും ഇത് എടുത്തു തരാൻ വേണ്ടി ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം ഗൈസ്. അപ്പൊ മെസ്സി വാൻ എടുത്തിട്ടുണ്ട്. വാൻ ബയാറ്റൻ ടു റൈഗാർഡ് ആണോ? അല്ല, കഫു ടു ഗൈസ് ഹാളൻഡ് ടു കൗണ്ടെ ടു കഫു. ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നെയ്മർ ടു വാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു അത്യാവശ്യം കയറി എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഒരു ഷോട്ട് ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത ചെയ്യുന്നത് നമ്മുടെ ഓവന്റെ കാർഡാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ക്രൈഫ് ടു ഗാഡിയോള പിന്നെ ഗൈസ്. അപ്പൊ ഈ ഒരു കാർഡിൽ ഈ ഒരു ഇതില് ഇഷ്ടംമാതിരി അക്കൗണ്ടുകൾ കിടപ്പുണ്ട്. നമ്മുടെ എഡ്ഗർ ഡേവിഡ്സും പിന്നെ ടോട്ടി പെപ്പ് വെല്ലിംഗം കുറെ കാർഡുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഉണ്ട് ഗൈസ്. അപ്പൊ എഡ്ഗർ ഡേവിഡ്സ് ടു ബെല്ലിംഗം ടു ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ക്രൈഫിലേക്ക് നമുക്ക് നോക്കാം. ക്രൈഫ് ടു ഓക്കെ ഈ ഒരു ഗോൾ പോലും ഇല്ല. സക്ക എടുത്തു ഗൈസ്. മച്ചന്മാർ ഓൾറെഡി കവാനിനൊക്കെ ഇറക്കിയിട്ട് കുറെ നമുക്കിനി വരുന്ന മാച്ചുകളിൽ. പക്ഷെ എന്റെ അടുത്ത് നിന്ന് പോയി, കവാനി പോയി തോന്നുന്നു. എന്റെ അടുത്ത് ഇപ്പൊ കാണാനില്ല കാർഡ്. ഞാൻ നോക്കിയിട്ട് ഉറപ്പായി സെറ്റ് ആക്കാം. ഓവന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു കിട്ടുന്ന ഷോട്ട് മച്ചന്മാർ അപ്പൊ സെലിബ്രേഷൻ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും ആ സെൽഫി പുള്ളിയൊക്കെ തൊട്ടടുത്തുണ്ട് ടോട്ടി ഗൈസ്. അപ്പൊ ഓവന്റെ സെലിബ്രേഷൻ ഒക്കെ ഇതാണ് നിലവില്. അപ്പൊ എന്തായാലും നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എടുത്തവരെ ഉറപ്പാണ് കമന്റ് ചെയ്യട്ടോ. ആരും ഒരാൾ പറയുന്നുണ്ടായിരുന്നു, കുറച്ചൊരു പറഞ്ഞാലും ഓവന്റെ കാർഡ് ഇങ്ങനെ നെറഫറാക്കുന്നു. എനിക്ക് അത് വെറുതെ പറഞ്ഞാൽ തോന്നുന്നു, കാരണം ഇതുവരെ കുഴപ്പങ്ങളൊന്നും എന്തായാലും വരുത്തരുത് ഗൈസ്. കൊനാമി അവര് 2 മാസമൊക്കെ അല്ല നെറഫഡ് ആക്കാത്തത് വളരെ ഉപകാരമായിരുന്നു. പക്ഷെ അവരുടെ ബിസിനസ് ആണ് ഗൈസ്, നമ്മൾ എന്ത് ചെയ്യാനാ ഗൈസ്. അപ്പൊ നോക്കാം. എംബാപ്പെ ഗോൾ ഇട്ടിട്ടുണ്ട് മച്ചവരെ. എന്തായാലും അവിടെ ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് മാഞ്ചസ്റ്റർ ഗൈസ്. വാൻ ബയാറ്റൻ ടു സമയത്ത് ടോട്ടി നക്കാറ്റന്റെ ഉണ്ട് കേട്ടോ ഗൈസ്. നക്കാറ്റ സീനാണ് ഗൈസ്. അപ്പൊ കിട്ടിയിട്ടുണ്ട് ഓവൻ ടു ടോട്ടി. ഓക്കെ ഓവന്റെ ഒരു അടിപൊളി ഷോട്ട് ഗൈസ്. അപ്പൊ വീണ്ടും ഓവൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 2 ഗോളുകൾ ഓവൻ അടിച്ചു. ഇതാണ് പുതിയ സെലിബ്രേഷൻ കേട്ടോ. ഓക്കെ അപ്പൊ ഓവന്റെ കിടലും ഗൈസ്. അപ്പൊ അടുത്ത നമുക്ക് നക്കാറ്റ എടുക്കാം. നക്കാറ്റ ഷോട്ട് ഓക്കെ ചെക്കാണ് ഇമാരെ ഗോളി. ആ ഹെൽമെറ്റ് കണ്ടറിയാം ഗൈസ്. അപ്പൊ നക്കാറ്റ ഒരു ഗോൾ അടിക്കാൻ ശ്രമം നടത്തി, പക്ഷെ പോയില്ല. പീറ്റർസൊക്കെ ആയതുകൊണ്ട് അതങ്ങ് അടിത്തിട്ടു ഗൈസ്. അപ്പൊ നക്കാറ്റയാണ് കോർണർ അടിക്കുന്നത്. നമുക്ക് നോക്കാം. നക്കാറ്റ ടു ഡിബ്രൂണി. ഏറ്റവും മച്ചവരെ ഗൈസ് കേറിയില്ല. എന്തായാലും കിടിലൻ കാർഡ് ഗൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടോ, റേറ്റ് ചെയ്തതിൽ ഏറ്റവും നല്ല കാർഡ് ഏതാണെന്ന് ഇതില് ജസ്റ്റ് നിങ്ങൾക്ക് തോന്നിയത്. നക്കാറ്റ ടു നമുക്ക് നോക്കാം. നക്കാറ്റ ടു ജാൻ കോളർ കിട്ടിയിട്ടില്ല. ടോട്ടി ഗൈസ് കൗണ്ട് പിന്നെ വണ്ടാപ്പയുടെ കിടലിലാണ്. ഓക്കെ ഡേവിഡ്സ് കിട്ടിയില്ല ഗൈസ്. ഡിലൈറ്റ് ടു എടുത്തിട്ടുണ്ട്. ഡിബ്രോഡി ഗൈസ്. പാമർ ഓക്കെ എഡ്ഗർ ഡേവിഡ്സ് ഓക്കെ കിട്ടിയിട്ടുണ്ട്. മച്ചവരെ കിട്ടിയിട്ടുണ്ട്. ഓവൻ അവിടെ നക്കാറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നക്കാറ്റ ഒരു ഷോട്ട് ഗൈസ്, പവർഫുൾ ഷോട്ട് കേട്ടോ. നക്കാറ്റന്റെ ഒരു കിടലിന് ഷോട്ട്. കായ് ഹവാർഡ്സ് എഡ്ഗർ ഡേവിഡ്സ് ക്രൈഫ് ഓവൻ അല്ലെ ജാൻ കോളർ ഗൈസ്. അടുത്തൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്. നക്കാറ്റ ഗോള് ഗൈസ്. അപ്പം എന്താ പറയാ ഇറങ്ങി വന്നുകൊണ്ടാണ് മച്ചാവിന്റെ അടുത്ത നമ്മളൊരു പ്ലെയർ ഗുല്ലി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടല്ലോ, ലുഡോവിക് ഗുല്ലി. എനിക്ക് തോന്നുന്നു ഈ ഒരു കാർഡിനെ പറ്റി അധികം സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു, കാരണം എല്ലാവരും ബാറ്റിസ്റ്റൂട്ടെ വാല്യൂ ആണ് പറയുന്നത് നക്കാറ്റ്. അപ്പൊ ഈ ഒരു കാർഡിന്റെ എബിലിറ്റി ഇതൊക്കെയാണ്. പിന്നെ ഗൈസ് ഈ ഒരു എന്താ പറയാ അടുത്ത കാര്യം നമ്മുടെ ബെർക്കാം കേട്ടോ ഗൈസ്. അപ്പൊ എംബാപ്പെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ കാർഡിന്. റോബർട്ടോ കാർലോസ് പോയില്ല. നെയ്മർ ടു പവാർഡ് നെയ്മർ നെവസ് ഓക്കെ മാൽഡിനി ഗൈസ്. എംബാപ്പെ
ഗൈസ് എന്താ പറയാ വെയില് പോയിന്നത്, അതാണ് ഒരു പെട്ടെന്ന് ഒരു ഇരുട്ട് വന്നത്. ഗുല്ലിറ്റ് ഓക്കെ പാസാണ് പോലെ ഗുല്ലി ഗൈസ്. അപ്പൊ മോനടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാർഡിന്റെ എന്തായാലും കിട്ടുന്ന സെലിബ്രേഷൻ ആട്ടോ ഗൈസ്. എന്തായാലും ഗൈസ് അപ്പൊ നമ്മൾ ബെർക്കാമ്പിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഓൾറെഡി എന്താ വെച്ചാൽ ബെർക്കാമ്പിൽ കുറച്ച് ഷൂട്ടിംഗ് കാപ്പബിലിറ്റി കൂടുതലുണ്ട്. അതെന്താ വെച്ചാൽ ഓൾറെഡി ആ ഒരു ബൂസ്റ്ററിനകത്ത് കിടപ്പുണ്ട്. അത് കുറെ പേര് എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല തോന്നുന്നു. അപ്പൊ ബെർക്കാമ്പാണ് ഇത്. ജോക്കോറസ് ഗൈസ്. അപ്പൊ എന്തായാലും ബെർക്കാമിന്റെ ഒരു ഷോട്ട് നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ ഓൾറെഡി എന്താ വെച്ചാൽ അകലെ എന്നുള്ള തുറപ്പാസ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ബെർക്കാമിന് അകലെ എന്നുള്ള തുറപ്പാസ് നിങ്ങൾക്ക് അടിപൊളിയാണ്. കാരണം അത്യാവശ്യം പെട്ടെന്ന് കയറുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ. ഓക്കെ ബെർക്കാമ്പ് ഗൈസ്. അപ്പൊ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ യമാൽ ഗൈസ്, ഈ യമാലിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നോക്കിയോ, കറക്റ്റ് തോപ്പാസ് ബെർക്കാമ്പ്. അപ്പൊ ആ ഒരു എബിലിറ്റി അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് നമ്മുടെ ബെർക്കാമ്പിന് വെച്ചവരെ. അപ്പൊ ഉറപ്പായിട്ടും എന്താ പറയാ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മൾ ജസ്റ്റ് 8 പ്ലേയേഴ്സിന്റെ കട്ട് ഔട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ട് 8 പ്ലേയേഴ്സിന്റെ റിവ്യൂ മെയിൻലി ചെയ്തതാണ്. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ കിഡിലായിട്ടുള്ള ഒരു മാച്ച് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കണ്ടിരിക്കും. പിന്നെ ഓൾറെഡി നമ്മൾ വ്ളോഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ റിയൽ സഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ലൈവ് വന്നായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ നമ്മൾ ട്രിപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പ്രൊബോളിറ്റി കൂടിയിട്ടുള്ള. അപ്പൊ എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.